ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 1:24 ഇവിടെ. ഞാൻ ജർമ്മനി പോകാൻ പ്ലാൻ ചെയ്തേക്കാണ്. കാലത്ത് 5:45 ട്രെയിൻ. ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. വർക്ക് കഴിഞ്ഞ് വന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താകും എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ റൈസ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒന്ന് സെറ്റായി വരാണ്. കണ്ടില്ലേ, ഈ ചോറ് വെന്താലാണ് എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊന്നും പാക്ക് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉറങ്ങാതെ രാവിലെ എണീറ്റ് പോവാൻ. ഞാൻ ഉറക്കൊന്നുമില്ല, ഉറക്കൊക്കെ ട്രെയിനിൽ വെച്ചിട്ടായിരിക്കും. ഞാൻ ദോയ്ഷ്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ടാണ് ജർമ്മനി പോണത്. ഇന്ന് കുറേ ട്രെയിൻ മാറി കയറാനുണ്ടാവും. ടോപ്പ് നോർത്തിലാണ്, ജർമ്മനിയുടെ ടോപ്പ് നോർത്തിലേക്കാണ് പോകുന്നത്. എന്താകുമോ എന്തോ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. 24 hours അടുത്ത് നിൽക്കിയത് എന്തായാലും വരും. ഞാൻ കറക്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമാണ് എനിക്ക് ഈ ഒരു റൂട്ട് ട്രെയിൻ കിട്ടുള്ളൂ. ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. രാവിലെ 5:45 ട്രെയിൻ. എനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് ട്രെയിൻ കിട്ടുമില്ലേന്ന്. റൂമിൽ എനിക്ക് ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഒരു ലിസ്റ്റ് തന്നെ ഞാൻ എത്തിച്ചിട്ടുണ്ട്, എന്തൊക്കെ എടുക്കുമെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ചോറും ബീഫ് കറിയും റെഡിയായി. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ട്രെയിൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഞാനുള്ള ട്രെയിൻ ഗ്രാസിൽ നിന്ന് സാൽസ്ബർഗിലേക്ക് പോകുന്ന ട്രെയിനാണ്. കാലത്ത് തന്നെ ആയതുകൊണ്ട് നല്ല കോട ഉണ്ടായിരുന്നു പോകുന്ന വഴിയിലൊക്കെ. എൻ്റെ ട്രിപ്പ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത് ഗ്രാസിൽ നിന്ന് സാൽസ്ബർഗിൽ നിന്ന് മ്യൂണിക്കിൽ നിന്ന് പിന്നെ ഞാൻ അവിടെ ചെന്നിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുക. കാരണം ട്രെയിൻ ക്യാൻസലേഷൻ ഉണ്ടാവാം, ഡിലേസ് ഉണ്ടാവാം. അതുകൊണ്ട് നിലവിൽ ഞാൻ മ്യൂണിക്കിൽ നിന്ന് വോൾസ്ബർഗ് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ സാൽസ്ബർഗ് എത്തി. ഇവിടെ നിന്ന് നമുക്ക് ദോയ്ഷ്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട് മ്യൂണിക്കിലോട്ട് പോകാൻ പറ്റും. BRB ട്രെയിൻസ് നോക്കിയിട്ട് മാത്രം നമ്മൾ കയറാൻ പാടുള്ളൂ. BRB ട്രെയിൻസ് മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്സസ് ഉണ്ടാവുള്ളൂ ഈ ദോയ്ഷ്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട്. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. 12:05 ട്രെയിൻ എടുക്കും. ഇപ്പോൾ 12:01 നല്ല ടയേർഡാണ്. കാരണം ഇതൊരു ലോങ് ജേണിയാണ്. ദോയ്ഷ്ലാൻഡ് ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് IC അങ്ങനെ എക്സ്പ്രസ് ട്രെയിൻസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇൻ്റർസിറ്റി ട്രെയിൻസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ലോക്കൽ ട്രെയിൻസിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി 4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് സാൽസ്ബർഗ് എത്തിയത്. ഇനി ഇവിടെ നിന്നൊരു 1.5 അല്ലെങ്കിൽ ഒരു 2 hours എടുക്കും. I think 2 hours ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവിടെ ചെന്നിട്ട് എനിക്ക് അവിടുത്തെ ഇൻഫോയിൽ ചോദിക്കണം. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ദോയ്ഷ്ലാൻഡ് ടിക്കറ്റ് എടുക്കുന്നത്. ട്രെയിൻ 3 മിനിറ്റ് ഡിലേ ആണ്. നമ്മൾ ഓസ്ട്രിയയിൽ നിന്ന് കറക്റ്റ് സമയത്തൊക്കെ എടുക്കാറുണ്ട്. ഇതേ ജർമ്മൻ ട്രെയിൻ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജർമ്മനിത്തെ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ ജർമ്മൻ ബോർഡർ എത്തി. അപ്പോൾ കോപ്സ് ഓൾറെഡി ചെക്ക് ചെയ്യാൻ വന്നു. എൻ്റെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു. ഇപ്പോൾ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോപ്സ് ഇപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് എന്നെയാണ് ഫസ്റ്റ് ചെക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ മ്യൂണിക് ബാനോഫ് എത്തി. ഇത് അത്യാവശ്യം വലിയ ബാനോഫ് ആണ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്ന വൈറ്റ് ട്രെയിൻ ആണ് ICE. ഇതിൽ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഈ ബ്ലൂ ട്രെയിനിലാണ് ഞാൻ വന്നത്. ഇത് ബയൺ റീജിയൻ ട്രെയിൻ ആണ്. ഇനിയും ട്രാവൽ ചെയ്യാനുള്ള കാരണം ഞാൻ യോർമാസ് എന്ന ഈ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ഫ്രാൻസ് ബ്രെഡ് വാങ്ങി. നല്ല ബ്രെഡാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു സ്വീറ്റ് ബ്രെഡാണ്. അങ്ങനെ നമുക്ക് വോൾസ്ബർഗിലേക്കുള്ള ട്രെയിൻ കിട്ടി. പതിവ് പോലെ തന്നെ എൻ്റെ ട്രെയിൻ ഡിലേ ആയിരുന്നു. എനിക്ക് എൻ്റെ കണക്ഷൻ മിസ്സായി. അങ്ങനെ ഞാൻ DB പോയി ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് നല്ല സ്റ്റാഫായിരുന്നു. അടുത്ത റൂട്ടും എനിക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്ത് തന്നു. ഇനി 2 hours കഴിഞ്ഞാൽ ഞാൻ ഫ്രാങ്ക്ഫർട്ട് എത്തും. I don't know what it's called in English. I think it's called Bolero. Like top? Yeah, but just with a sleeve and nothing. Yeah, okay. Like it's not that long. Okay. I try. I never did that before. I'm pretty bad at crochet actually. It's good. Now I got nervous. ട്രെയിൻ ലേറ്റ് ആണ്. 6 മിനിറ്റിൽ എത്തുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാത്രി 10:45. ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ ഫ്രാങ്ക്ഫർട്ട് എത്താൻ പോകുന്നുള്ളൂ. സൂൺ എത്തും. ഇനിയും എനിക്ക് ട്രാവൽ ചെയ്യണം. 10:52 എന്നിട്ടും ഞാൻ ഫ്രാങ്ക്ഫർട്ട് എത്തിയിട്ടില്ല. അവസാനം നമ്മൾ ഈ സ്റ്റേഷനിലെത്തി. വാഷ്റൂം യൂസ് ചെയ്യാനും ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ടിക്കറ്റ് വാങ്ങി.
11 മണിയായപ്പോൾ ഞാൻ ഫ്രാങ്ക്ഫർട്ടിലെത്തിയതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇനി ട്രെയിനുള്ളത് വെളുപ്പിനാണ്. അപ്പോൾ ഇവിടെ ഫ്രാങ്ക്ഫർട്ടിൽ ഫ്രണ്ട്സിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഒരു 2-3 മണിക്കൂറിന്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് 5:45 പുറപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡാണ്. ഇവിടെ ആണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, ഒട്ടും സേഫല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ വീണ്ടും വരും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഹാഗൻ പോവും. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. രാവിലെ ഞാൻ എണീക്കാൻ ലേറ്റായി. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ എനിക്ക് മിസ്സായി. അങ്ങനെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഞാൻ പോയത് ഗീസണിക്കായിരുന്നു. ബാനോഫിൽ തന്ന റൂട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ DB ത്രൂ ആണ് കണക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്തത്. അങ്ങനെ ഗീസൺ ബാനോഫിൽ എത്തിയപ്പോൾ 1 അവർ ഞാൻ അവിടെ പോസ്റ്റ് ആയിരുന്നു. ഗീസണിൽ നിന്ന് ഞാൻ പോയത് സിയനിക്കാണ്. സീഗനിൽ നിന്നായിരുന്നു എനിക്ക് ഡയറക്റ്റ് ഹാഗനിക്കുള്ള ട്രെയിൻ കിട്ടിയത്. ഹാഗൻ ബാനോഫിൽ എത്തിയപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള മാർക്കറ്റിൽ പോയി ജസ്റ്റ് തിങ്സിൻ്റെ റേറ്റൊക്കെ നോക്കി തിരിച്ചു വെച്ചു. അങ്ങനെ 30 മണിക്കൂറോളം മേലെ ഉള്ള ഒരു നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞാൻ ഹാഗനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഹാഗൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു നോർത്ത് ജർമ്മനി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വരണ കാഴ്ചകളാണെങ്കിലും അതുപോലെ തന്നെ കുറച്ചുകൂടെ വൃത്തി കൂടുതലായിട്ട് കണ്ടേക്കണത് ഇവിടെയാണ്. ഞാൻ പോയ സ്ഥലത്തിനൊക്കെ ഫ്രാങ്ക്ഫർട്ടൊക്കെ ഭയങ്കര മോശമാണ്. നമ്മൾ ഒരു നാട്ടിൽ ഏതോ ചന്തയിലൊക്കെ വന്നൊരു വൈബാണ്. പക്ഷേ ഇവിടെ ഭയങ്കര അടിപൊളി, നല്ല ക്വയറ്റായിട്ട് നല്ല വൃത്തിയായിട്ടുള്ളൊരു ഏരിയ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും തുർക്കിക്കാരാണ്. നല്ല കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്താണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഫുഡ് കഴിച്ച് ഉറങ്ങി സെറ്റായിട്ട് വരാം.